സാർ, അപ്പോൾ ഗസയിൽ ഒരു സമാധാനത്തിന്റെ വെളിച്ചം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മൾ കാണുന്നത്. മാത്രമല്ല, 7ഓളം ബന്ദികളെ ഇതിനോടകം തന്നെ ഹമാസ് മോചിപ്പിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു സമാധാനത്തിനുള്ള കാര്യം 736 ദിവസത്തിനപ്പുറമായി ഹമാസ് തീവ്രവാദികളുടെ കയ്യിലുള്ള ബന്ദികൾ മോചിപ്പിക്കപ്പെടുന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. പക്ഷേ ഈ വെടിനിർത്തൽ ഉണ്ടായതിന് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഈ മാളങ്ങളിൽ പെരുച്ചാഴിയിൽ ഇരുന്ന് ഒളിച്ചിരുന്ന പോലെ ഈ ഫലസ്തീൻ ജനതയുടെ അനുഗ്രഹാശസ്സുകളോടെന്ന് തന്നെ പറയണം, ഈ ഹമാസ് തീവ്രവാദികൾ മുഴുവനും വണ്ടികളിൽ നിറതോക്കുകളുമായി വണ്ടികളിൽ റോന്തു ചുറ്റുകയും ഒരുപാട് മിലീഷ്യ അംഗങ്ങൾ ഇങ്ങനെ അവിടെ എന്താ പറയുക കമാൻഡോകളെ പോലെ ചാർജ് എടുക്കുകയും അവരുടെ ഗവർണർമാർ പ്രവിശ്യകൾ തിരിച്ച് അധികാരത്തിൽ വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നോക്കിയാൽ നമ്മൾ കുറെ അധികം വർഷങ്ങളായി ഇസ്രായേലിന്റെ ചരിത്രം കൂടെ പഠിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ നോക്കിയാൽ ഗസയിൽ സമാധാനം ഉണ്ടാവില്ല, ഇനിയും യുദ്ധം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് തോന്നുന്നത്? ഈ ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന സമാധാന ഉടമ്പടിയല്ല, അതൊരു സമാധാന പദ്ധതിയാണ്. ഉടമ്പടിയും പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാമല്ലോ. രണ്ട് കക്ഷികളും ചേർന്ന് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോഴാണ് അത് ഉടമ്പടിയാകുന്നത്. ഇപ്പോൾ ഇവിടെ ഹമാസ് ആദ്യത്തെ ഡിസ്കഷനിലോ അതിൻ്റെ ഭാഗമായോ ഒന്നും വന്നില്ല. അതുപോലെ തന്നെ നെതന്യാഹുവിനെ US വിളിപ്പിച്ചു, അവിടെ വെച്ച് ഈ കാര്യങ്ങൾ വിസ്തരിച്ചുവെങ്കിലും എല്ലാ കാര്യങ്ങളിലും നെതന്യാഹുവിനും ശരിയായ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളായിരുന്നില്ല. പക്ഷേ എങ്കിലും ട്രംപിൻ്റെ ഒരു കടുംപിടുത്തവും നോബൽ പ്രൈസിൻ്റെ തലേദിവസമെങ്കിലും എനിക്കിത് പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു വാശിയും കൊണ്ട് എന്തായാലും ആ പ്രഖ്യാപനം നടന്നു. അത് ഖത്തർ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ, സൗദി അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങൾ അതിനെ അനുകൂലിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കും ആ മേഖലയിൽ ഒരു സമാധാനം വേണം, വികസനം അവർക്കും ഒരു അത്യാവശ്യമാണ്. അപ്പോൾ ഈ യുദ്ധക്കരാർ ശരിക്ക് നടത്തേണ്ട പാർട്ടികൾ ഒന്ന് ഹമാസും ഒന്ന് ഇസ്രായേലുമാണ്. അവർ രണ്ടു കൂട്ടരും ഇത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഭാഗികമായ എതിർപ്പുകൾ അവർക്കുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത ട്രംപിൻ്റെ മുന്നിലുള്ള പ്രശ്നം. അതിനാണ് ട്രംപ് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും കൂട്ടി വിളിക്കുന്നത്. പ്രത്യേകിച്ച് അറേബ്യൻ രാഷ്ട്രങ്ങൾ, GCC രാഷ്ട്രങ്ങൾ ഇതിനകത്ത് വലിയ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അവർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അയൽ രാജ്യമായ പ്രമുഖ രാജ്യമായ ഈജിപ്ത് വലിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈവൻ തുർക്കിയിലെ എർദോഗൻ വരെ സപ്പോർട്ട് ചെയ്യുന്നു. പേടിച്ചുകൊണ്ടാണെങ്കിലും പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം അറേബ്യൻ രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക് രാഷ്ട്രങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടും ഹമാസ് നിരായുധീകരണത്തിന് എഗ്രി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ജസ്ചർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഈ ഗുഹകൾ തകർത്തിരിക്കും, അല്ലെങ്കിൽ അത് ഈ ഇൻ്റർനാഷണൽ അതോറിറ്റി നമ്മൾ ഗാസയിൽ രൂപീകരിക്കുമ്പോൾ അവരെ കൊണ്ട് ഇത് തകർക്കും. അപ്പോൾ ഇത് കൂട്ടരുടെയും വിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത്. അപ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ ആദ്യ യോഗം നടക്കാനിരിക്കുന്ന ദിവസം പോലും നടക്കുന്ന കാര്യങ്ങൾ സമാധാനത്തിന് അനുകൂലമല്ല. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് രണ്ടു കൂട്ടരും ബന്ദികളെ കൈമാറാൻ ഏതാണ്ട് എഗ്രി ചെയ്തിരിക്കുന്നു, പ്രധാനപ്പെട്ടവരെ കൈമാറിയിരിക്കുന്നു ഇനി നടക്കുന്നത് ചിലപ്പോൾ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വിനാശകരമായ യുദ്ധത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇരു കൂട്ടരും അതിന് മുതിരാതെ മാറി നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ലോക ജനത എന്നുള്ളതിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പക്ഷേ അപ്പോഴും ഹമാസ് നടത്തുന്ന തീവ്രവാദം അത് ഇസ്രായേലിനൊരു ഭീഷണിയാവുകയാണല്ലോ. ആത്യന്തികമായി ഹമാസിന്റെ നിരായുധീകരണമാണല്ലോ നടപ്പിലാക്കേണ്ടത്. അങ്ങനെ ഒരു സാധ്യതകളുണ്ടോ? അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നമ്മളൊരു ക്രിമിനലിനെ ഗാന്ധിയാക്കാൻ പോകുന്ന പോലത്തെ ഒരു പ്രവൃത്തിയാണ്. ഒരു ക്രിമിനലിനെ നമുക്കങ്ങനെ ഗാന്ധിയാക്കാൻ പറ്റില്ല. ഗാന്ധിയെ ക്രിമിനലാക്കാനും പാടാണ് എന്ന് പറഞ്ഞ പോലെ തിരിച്ചും വളരെ ബുദ്ധിമുട്ടാണ്. ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. തീവ്രവാദ സംഘടനയോട് ആയുധം താഴെയിടാൻ പറഞ്ഞാൽ നടക്കില്ല. അവർ താഴെ ഇടില്ല. താഴെ ഇട്ടാൽ അവരുടെ അന്ത്യമാണ്. തോക്ക് താഴെ വെച്ചാൽ തങ്ങളില്ല, അതവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അവർ തോക്ക് താഴെ വയ്ക്കാൻ തയ്യാറാകാതെ ഇപ്പോഴും അട്ടഹാസം കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഗാസയിലെ ജനതയുടെ മേൽ അവർ വലിയ അധീശത്വം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണെങ്കിലും അത് ഭയത്തിലൂടെയാണ്, ഭയപ്പെടുത്തിക്കൊണ്ടാണ്. ആ ഭയപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ അധീശത്വം ഉണ്ടാക്കി അവർ വീണ്ടും നിങ്ങളുടെ ആൾ ഞങ്ങളാണ്,
ഇസ്രായേലിനെ ഒരു വിധത്തിലും സപ്പോർട്ട് ചെയ്തു പോരുത്. ആരൊക്കെ മുമ്പൊക്കെ എന്തെങ്കിലും കാരണത്താൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ സപ്പോർട്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ തട്ടുന്നെന്ന് പറഞ്ഞ് വെടിവെക്കുക വരെ ചെയ്തു. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭീഷണിപ്പെടുത്തി അവിടുത്തെ ഗാസയിലെ ജനങ്ങളെ തങ്ങളോടൊപ്പം അവശേഷിക്കുന്ന കഷ്ടപ്പെടുന്ന മുറിവേറ്റ പട്ടിണി കിടക്കുന്ന ജനതയെ ഇനിയും പീഡിപ്പിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം നിർത്തണം എന്നുള്ളതാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി. ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഈ ഈജിപ്തിൽ നടക്കുന്ന ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ട് ഉണ്ടാകാൻ പോകുന്നത്. അത് വെറും ട്രംപിൻ്റെ വെല്ലുവിളിയും ഐ വിൽ ഫിനിഷ് യു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നിൽക്കില്ല. അതിനകത്ത് വളരെ ഡിപ്ലോമസി ആവശ്യമുണ്ട്. ഫിനിഷായാലും കുഴപ്പമില്ല, ചത്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ജിഹാദികൾക്ക് അങ്ങനെ പറയുന്നുണ്ട്. ഹമാസ് എന്ന് പറയുന്ന ചാവേറുകളാണ്, അതിൽ നല്ലൊരു ഭാഗം ചാവേറുകളാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിൽക്കില്ലല്ലോ. എന്തിനും തയ്യാറായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ആര് നശിച്ചാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇത്രയും ജനത നശിക്കുമ്പം ഏത് രാഷ്ട്രമാണ്, ഏത് രാഷ്ട്രത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നവരാണ് ഒന്ന് പതറിപ്പോകാതിരിക്കുക. അപ്പോൾ വെളിയിൽ കിടന്ന് കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ മരിക്കുമ്പോൾ അവർക്കതൊരു പ്രശ്നമല്ല. ഗുഹയ്ക്കകത്തിരുന്ന് അവരും കഷ്ടപ്പെടുന്നുണ്ട്. പലയിടത്തും ഇവർ ബോംബ് വർഷിക്കുമ്പം കുറേ പേരൊക്കെ നശിക്കുന്നുണ്ട്. എന്നിട്ടും അവർക്ക് പ്രശ്നമില്ല. അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർ ആയുധം വെക്കാൻ തയ്യാറല്ല. ആയുധം താഴെ വെക്കാത്തവനെ പിന്നെ എങ്ങനെയാണ് നമ്മൾ കീഴടക്കുക? അവരെ വധിച്ചാലേ ആയുധം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിലേക്ക് പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ. പക്ഷേ ഇത് ഇപ്പം നമുക്കറിയാം 20 ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയത് കോ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള പാഠ്യപ്രവർത്തനങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയലോഗ്സുകളൊക്കെ നടപ്പിലാക്കും എന്നുള്ളതാണ്. അബ്രഹാം അക്കോർഡ്സ് ഉൾപ്പെടെയുള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൂതനായാലും ആരായാലും മുസ്ലിങ്ങളായാലും അടിസ്ഥാനപരമായി മനുഷ്യന്മാരാണെന്നുള്ള തോന്നലിൽ സഹവർത്തിത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനൊരു സ്കോപ്പ് ഒന്നും ഹമാസ് ഫലസ്തീൻ ജനതയ്ക്ക് കൊടുക്കുന്നേ ഇല്ല എന്നുള്ളത്. അത് നാലാമതാണെന്ന് ഞാൻ പറയുള്ളൂ. മൂന്നാമത്തേത് അതല്ല. ഒന്നാമത്തെ വെടിനിർത്തൽ, രണ്ടാമത്തെ കൈമാറ്റം, ബന്ദികളുടെ കൈമാറ്റം, മൂന്നാമത്തേതെന്ന് പറഞ്ഞ് മരുന്നും പിന്നെ അവശ്യ സാധനങ്ങളും കൊടുത്തുകൊണ്ട് അവർക്കൊരു താൽക്കാലിക ഷെൽട്ടറെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് പോലും സമ്മതിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ആട്ടിൻ പറ്റാൻ പോകുന്ന പോലെ, നമ്മൾ താറാവിനെയൊക്കെ മേച്ചുകൊണ്ട് പോകുന്ന പോലെ ഇങ്ങനെ റോഡ് ഇങ്ങനെ പോവുകയാണ്. ഒരു പഴയ വീട് അന്വേഷിച്ച് പോവുകയാണ്. ആ വീട്ടിൽ ചെല്ലുമ്പം വീടില്ല, വെറും ശവപ്പറമ്പ്, പൊളിഞ്ഞു കിടക്കുന്ന കോൺക്രീറ്റ്. അത് മാറ്റാൻ തന്നെ മാസങ്ങളെടുക്കും. അവിടെ പോയി അവിടെ നിന്ന് കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജനതയ്ക്ക് ഒരു ഷെൽട്ടർ കൊടുക്കാൻ, ഒരു ടെൻറ്റെങ്കിലും അടിച്ചൊരു ഷെൽട്ടർ കൊടുക്കാൻ, അവിടെ ഭക്ഷണം എത്തിക്കാൻ, അവിടെ മുറിവേറ്റ കുട്ടികൾക്കും സ്ത്രീകൾക്കും വയസ്സായവർക്കുമെങ്കിലും മരുന്നെത്തിക്കാൻ അതിന് സഹായിക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വിദ്യാഭ്യാസവും വികസനവും ഒക്കെ നമ്മൾ പിന്നീടുള്ള കാര്യമില്ലേ. ആദ്യം നമ്മുടെ ഭക്ഷണം, നമ്മുടെ കിടക്കാനൊരു ഇടം, ഉടുക്കാനൊരു വസ്ത്രം, ഇത് കൊടുക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇത് പണ്ട് പറഞ്ഞിരുന്നത് ഇസ്രായേലാണ് ഇതിനെ തടസ്സം വെച്ചിരുന്നത്, മരുന്ന് വരുന്നതിനെയും ഭക്ഷണം വരുന്നതിനെയും തടുക്കുന്നത്. ഇപ്പം നേരെ തിരിച്ചായിരിക്കുന്നു. ഹമാസ് പോലും അതിന് സഹായിക്കാത്ത അവസ്ഥയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കാൻ കഴിയുക? അപ്പോൾ എന്തിനും തയ്യാറായ, എന്തിനും പോകുന്ന ചില തീവ്രവാദികൾ നിലനിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എങ്ങനെയാണ് ബോംബെ ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെ എങ്ങനെയാണ് നമ്മൾ കീഴടക്കിയത്? അവർ വന്ന് നിർണായക സ്ഥാനത്ത് ഒളിച്ചിരുന്നു കൊണ്ട് നമ്മുടെ നിഷ്കളങ്കരായ ടൂറിസ്റ്റുകളെയും സാധാരണ ജനത്തെയും വെടിവെക്കുകയായിരുന്നു. നമ്മുടെ നിരവധി പിന്നെ കമാൻഡോസ് അവിടെ ജീവൻ ത്യജിച്ചുകൊണ്ട് ഇടിച്ചു കയറി ഇവരെ വെടിവെച്ച് കൊന്ന് തോക്ക് താഴെ ഇടിച്ചതിന് ശേഷമേ അവിടെ സമാധാനം ഉണ്ടായുള്ളൂ. 2-2.5 ദിവസം ബോംബെ നഗരത്തെ കത്തിച്ചുകൊണ്ട് അവരങ്ങനെ നിന്നില്ലേ? ഏതാണ്ട് ഇത് തന്നെയാണ് ഈ 2 വർഷമായിട്ട് ഇസ്രായേൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബങ്കറുകൾ എന്ന് പറയുന്നത് വെറും നമ്മൾ കാണുന്ന ഒരു കുഴലല്ല, അല്ലെങ്കിൽ ഒരു ചെറിയ മാളമല്ല. അത് വലിയ ഒരു നെറ്റ്വർക്ക്. നമ്മൾ റോഡിൽ നമുക്ക് എങ്ങനെ റോഡ് നെറ്റ്വർക്ക് എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ ഭൂമിക്കടിയിൽ വലിയ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ നെറ്റ്വർക്കുകൾ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. 2 സ്ഥലത്ത് തുടക്കവും അവസാനം കണ്ടിടത്ത് പിന്നെ ഇസ്രായേലിനെ അടയ്ക്കുമ്പോൾ, തിക്കായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് അടയ്ക്കുമ്പോൾ അവർ വേറൊരിടത്തേക്ക് മാളം തുറക്കുകയാണ്. ഒന്ന് ആശുപത്രിക്കകത്തൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്കൂളിനകത്തൂടെ ആയിരിക്കും. അപ്പോൾ അവിടെ പിന്നെ അവർക്ക് ബോംബിടേണ്ടി വരികയാണ്. അങ്ങനെയാണ് ഈ ആശുപത്രികൾ ബോംബിടുന്നു, കുട്ടികളെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്ന വിഷയം അങ്ങനെയാണ് ഉണ്ടായത്. ഇത് ഇനിയും തുടരാനുള്ള സാധ്യത. ആ നെറ്റ്വർക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതാണ്
ഇന്ന് പിന്നെ ഇവരുടെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞിരിക്കുന്നു, ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല, ഞങ്ങൾ അവിടുത്തെ തുരങ്കങ്ങൾ മുഴുവൻ അടപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. അത് മുഴുവൻ ഞങ്ങൾ, കാരണം അതിനകത്ത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് അതിഭയങ്കരമായ ആയുധശേഖരമുണ്ട്, രണ്ടാമത്തേത് പല ഹമാസ് തീവ്രവാദികളും ഇപ്പോഴും അതിനകത്ത് സുരക്ഷിതമായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് 4 ഭാഗത്തുനിന്നും കുറേ ഹമാസിൻ്റെ ഡയറക്റ്റായിട്ടുള്ള പ്രവർത്തകരെ പുറമേ നിന്ന് മാറ്റിക്കൊണ്ട് കാര്യമില്ല, ഭാഗങ്ങളിൽ ഇരിക്കുന്നവരെ മുഴുവൻ ഒഴിപ്പിക്കണം. അവരൊഴിഞ്ഞു പോവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് ബോംബ് വെച്ച് തകർക്കണമെന്നാണ് കാട്സ് പറഞ്ഞത്, ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. അപ്പോൾ വിഷയങ്ങൾ ചില്ലറയല്ല. ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു, 8 വാറിന് 8 മാസം കൊണ്ട് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നതല്ല. അദ്ദേഹം പറഞ്ഞ പല വാറുകളും ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ്. റുവാൻഡ നടക്കുന്ന പോരാട്ടം, അദ്ദേഹം പറഞ്ഞു 31 വർഷം നടക്കുന്ന ആ പോരാട്ടം ഞങ്ങളിതാ ഫിനിഷ് ചെയ്തിരിക്കുന്നു, മതിയാക്കിയിരുന്നു. ഇപ്പോഴും അവിടെ യുദ്ധം നടക്കുകയാണ്. നേരിട്ടല്ല, അണ്ടർഗ്രൗണ്ടിൽ കൂടെ അടി നടക്കും. ഇപ്പോൾ ഇത് ഇവിടെയും അതാണ് വരാൻ പോകുന്നത്, അണ്ടർഗ്രൗണ്ടിൽ കൂടെ യുദ്ധം നടക്കും. അല്ലെങ്കിൽ ഗാസയിൽ നിന്നും ഹമാസിനെ നിർവീര്യമാക്കിക്കൊണ്ട് അവരോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ് പുറത്തേക്ക് വിടണം. അത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരെ മനുഷ്യരാക്കി മാറ്റാനുള്ള ശ്രമം നടത്തണം. പക്ഷെ മനുഷ്യരാക്കാൻ പറ്റില്ല. ഇത്രയധികം തീവ്രമായ ചിന്താഗതികൾ മനസ്സിൽ വെക്കുന്ന ഒരാളെ മനുഷ്യനാക്കാൻ മാറ്റാൻ പറ്റില്ല. അതായത് ഒരാൾ, അതുകൊണ്ടാണ് ചിലരെ നമ്മൾ ജീവപര്യന്തം കഠിന തടവ്, തൂക്കിക്കൊല്ലാൻ വിധിക്കുക, വെടിവെച്ച് കൊല്ലാൻ വിധിക്കുക ഒക്കെ ചെയ്യുന്ന ലോകത്ത് പല രാഷ്ട്രങ്ങളിലും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം റിപ്പർ മോഡലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു റിപ്പറിന് എന്താണ് മോചനം? അവനെ എത്ര പ്രാവശ്യം ജയിലിലിട്ടാലും എത്ര പ്രാവശ്യം കൈ അടിച്ചൊടിച്ചാലും ആവുന്ന കൈ കൊണ്ട് അവൻ വീണ്ടും ചുറ്റിയും കൊണ്ട് അടിക്കാൻ വരും. അതാണ് അവരുടെ ബ്രെയിൻ പോയി കഴിഞ്ഞു. ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ബ്രെയിനിലേക്ക് ആയി കഴിഞ്ഞാൽ അത് ഭ്രാന്തിൻ്റെ വേറൊരു വശമാണ്. ഭ്രാന്തനെ നമുക്ക് ശരിയാക്കാൻ നോക്കൂ, അതൊരു ഭ്രാന്തനാണ്. ആ ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നവരെ എങ്ങനെ കീഴടക്കും, എങ്ങനെ ഒതുക്കും? അവിടെയാണ് ഈ ഗാസ സമാധാനത്തിൻ്റെ അതിർവരമ്പ് വന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സമാധാനം, ബന്ദികളെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അത് ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്ന അതിനുശേഷം എന്തായാലും ഇസ്രായേൽ തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ്. വരുന്ന ദിവസങ്ങളിൽ നോക്കാം. അതിന് സാധ്യത വളരെ കൂടുതലാണ്, തിരിച്ചടിക്കാനുള്ള സാധ്യതയാണ്. കാരണം അവരുടെ ബന്ദികളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു മറ്റൊരു മുന്നും പിന്നും നോക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക്. തീർച്ചയായിട്ടും. ഈ 1250 ഫലസ്തീൻ ഗസ എന്ന് പറയുന്ന വളരെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു തീവ്രവാദി കൂട്ടത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ പ്രശ്നമാണല്ലോ. സ്വാഭാവികം പിന്നെ ഭൂഗർഭ അറകൾക്കകത്ത് തേനീച്ചക്കൂടാണ്, അല്ലെങ്കിൽ കടന്നൽ കൂടാണ്. തേനീച്ചക്കൂടെന്നും പറഞ്ഞാൽ പോരാ, കടന്നൽ കൂടാണ്. തേനീച്ചയിൽ നിന്ന് അല്പം തേനെങ്കിലും കിട്ടും. ഇതൊന്നും ലഭിക്കില്ല, കടന്നൽ കൂടുകളാണ്. ആ കടന്നൽ കൂടുകൾ പൊളിച്ചടുക്കാതെ ഇസ്രായേലിന് സമാധാനം കിട്ടില്ല, യാതൊരു സംശയവുമില്ല. ഗാസയിലെ ജനതയ്ക്കും സമാധാനം കിട്ടില്ല.